എല്ലാവർക്കും സ്വാഗതം. അപ്പോ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം, ജനറൽ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിലബസിലുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, യെസ്, നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് ജനറൽ കമ്പ്യൂട്ടറിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ടൈപ്പിസ്റ്റിന്റെ ബാച്ചുകാരുടെ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഭാഗത്തെ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടറിന്റെ 3 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ഇവിടെ ഇല്ലേ നിങ്ങളെ? ഇവിടെ ഇല്ലേ? അപ്പൊ നമുക്ക് സിലബസ് പ്രകാരം ജനറൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ് ആൻഡ് ഇറ്റ്സ് സർവീസസ്, സൈബർ ക്രൈം ആൻഡ് സൈബർ ലോ എന്ന് പറയുന്ന 5ാമത്തെ ഒരു ഏരിയയും. ഈ ഏരിയ സൈബർ ക്രൈം ആൻഡ് സൈബർ ലോ എന്ന് പറയുന്ന ഏരിയ മാത്രം ശ്രദ്ധിച്ചേക്കണേ. സൈബർ ക്രൈം ആൻഡ് സൈബർ ലോ എന്ന് പറയുന്ന ഏരിയ മാത്രം ടൈപ്പിസ്റ്റിന്റെ കോഴ്സ് മാത്രമേ, ടൈപ്പ് റൈറ്ററിന്റെ പരീക്ഷ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ എന്ന് പറയുന്ന ആളുകൾ അറ്റൻഡ് ചെയ്യേണ്ടതില്ല. LDCക്കൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ പഠിച്ചോളാം. ടൈപ്പിസ്റ്റുകാരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ LDCക്കൊക്കെ നോക്കൂലേ? ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ LDC ഒന്ന് എഴുതി നോക്കൂലേ? അങ്ങനെയാണെങ്കിൽ ഈ സിലബസ് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും എല്ലാം കവർ ചെയ്യാം കേട്ടോ. ഈ കോഴ്സിൽ ഞാൻ ടൈപ്പിസ്റ്റ് ബാച്ചിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സൈബർ ക്രൈം ആൻഡ് സൈബർ ലോ എടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് പഠിക്കാം. ഇനി നിങ്ങൾ ടൈപ്പ് റൈറ്റർ മാത്രമേ നോക്കുന്നുള്ളൂ, എന്റെ സിലബസിൽ അത് വരെയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതേ ഒഴിവാക്കുകയും ചെയ്യാം. നിങ്ങളുടെ ടൈപ്പിസ്റ്റിന്റെ ബാച്ച് 1ലും 2ലും 3ലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സൈബർ ക്രൈം സൈബർ ലോയുടെ ക്ലാസ് കൂടി ലൈവായിട്ട് തന്നെ വരും കേട്ടോ. യെസ്, ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട, അതിന്റെ ഒരു കുറവ് വേണ്ട കേട്ടോ. അപ്പൊ ഈ ഹാർഡ്വെയറിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ഹാർഡ്വെയറിനെ നമ്മൾ എടുക്കാൻ പോകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഹിസ്റ്ററി പഠിക്കും. അതിലെ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിക്കും. ജനറേഷൻസും ടൈപ്സും നമ്മൾ പഠിക്കും. ഓക്കെ, ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ പഠിക്കും, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ പഠിക്കും, ടൈപ്സും നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. രണ്ടാമത്തത് നമ്മൾക്ക് അതിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് പഠിക്കണം. ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും പഠിക്കണം. ഇനി ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടി ആയിട്ടുള്ള ഡിവൈസസ് ഉണ്ട് അല്ലെ. ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസും കൂടി ആയിട്ടുള്ള ഡിവൈസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കണം. പിന്നീടോ മെമ്മറി ഡിവൈസസ് പഠിക്കണം. പിന്നെയോ നമ്മളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് എന്ന് പറയുന്നതും നമ്മൾ ഹാർഡ്വെയറിൽ തന്നെ കവർ ചെയ്തു പോകും. ഇത്രയും ഏരിയ നമ്മൾ ഹാർഡ്വെയർ പഠിക്കുമ്പോൾ പഠിക്കണം കേട്ടോ. യെസ്, ഇതിന്റെ ഇടയില് നമ്മൾ എന്താണ്, ഇപ്പൊ കീബോർഡ് പഠിക്കുമ്പോഴാണ് കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള യൂണികോഡ് കോഡിംഗ് സിസ്റ്റം. ഓക്കെ, അതൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കും കേട്ടോ. അതിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഇനി സോഫ്റ്റ്വെയർ എടുത്ത് പഠിക്കുമ്പോഴോ, സോഫ്റ്റ്വെയറിൽ നമുക്കറിയാം സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയാ, ലാംഗ്വേജ് പ്രോസസേഴ്സ് ഉണ്ട്, OS ഉണ്ട്, ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്, യൂട്ടിലിറ്റി ഉണ്ട്. ഇതൊന്നും ഇപ്പൊ എഴുതിയെടുക്കണ്ട കേട്ടോ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നെറ്റ്വർക്കിന്റെ ഡിവൈസസും കാര്യങ്ങളും പഠിക്കും. ഇന്റർനെറ്റിന്റെ സർവീസുകൾ നമ്മൾ പഠിക്കും. www, ഇമെയില്, ഗവേണൻസ്, കൊമേഴ്സ്, ഇങ്ങനെയുള്ള ഇമെയിലിന്റെ സർവീസുകൾ, സൈബർ ക്രൈം സൈബർ ലോയിൽ വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കും. LDC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആഴ്ചയിലെ 6 ദിവസവും 1 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യണോ LDCയുടെ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യരുത്. ഞാനിപ്പോ ഇവിടെ എല്ലാ ദിവസവും ക്ലാസ് വെച്ചാലും നിങ്ങൾ വരരുത്. അത്രയും സമയം 3 മാർക്കിന് കൊടുക്കേണ്ടതില്ല കേട്ടോ. യെസ്, എന്താണ്, നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് ഇല്ല. ആഴ്ചയിൽ 3 ദിവസമാണ് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ഉള്ളത് കേട്ടോ. ഓക്കെ, ആഴ്ചയിൽ 3 ദിവസമാണ് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ഉള്ളത്. ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തിങ്കൾ ചൊവ്വ ബുധനാണ്. അങ്ങനെ തന്നെ പോട്ടെ അല്ലെ. തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളാണ് ആഴ്ചയിലെ. അത് നമുക്ക് ചില ടോപ്പിക്കിനനുസരിച്ചാണ് കേട്ടോ. ചില ദിവസം നമുക്ക് ഒരു ടോപ്പിക് തീരെയാണെങ്കിൽ ചിലപ്പോൾ ബുധനാഴ്ച ക്ലാസ് ഉണ്ടാവില്ല. ആ രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യാം
കേട്ടോ. ഇപ്പൊ ഹാർഡ്വെയറിന്റെ ഒരു ടോപ്പിക് ഇപ്പൊ ചൊവ്വാഴ്ച തീർന്നു, പിന്നെ ബുധനാഴ്ച ആയിട്ട് ഞാൻ എന്ത് ചെയ്യില്ല, സോഫ്റ്റ്വെയർ തുടങ്ങൂല, അത് നമ്മൾ അടുത്ത തിങ്കളാഴ്ച തുടങ്ങുള്ളൂ. അങ്ങനെ കൃത്യമായ ഇടവേളകളും കൃത്യമായ പരീക്ഷകളും കൃത്യമായ റിവിഷൻസും കൊണ്ടാടി പഠിക്കുന്ന നമ്മുടെ കോഴ്സാണ്. LDCക്ക് മുന്നേ ഇനി നമുക്കൊരു ലൈവ് ബാച്ച് ഇല്ല. 100% കവർ ചെയ്യുന്ന ലൈവ് ബാച്ചിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ LDCയുടെയും ഈ പറയുന്ന സൈബർ ക്രൈം അല്ലാത്തതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം, ഒന്നിച്ച് തന്നെ പഠിക്കാം കേട്ടോ. ഇനി ആഴ്ചയിൽ 3 ദിവസമേ കമ്പ്യൂട്ടർ ഉള്ളൂ, ബാക്കിയുള്ള 3 ദിവസം ടൈപ്പിസ്റ്റുകാർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ഓഫീസിന്റെ ക്ലാസ് ഉണ്ട്, അത് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ കൃത്യമായി അറിയിക്കും കേട്ടോ. യെസ്, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഏതാ ദിവസം, ഒന്ന് വ്യാഴാഴ്ച നോക്കണ്ട, ഇന്ന് നമ്മളെ ജസ്റ്റ് ഇവിടെ ക്ലാസ് തുടങ്ങുകയാണ്. യെസ്, ആ രീതിയിൽ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടോ? ഇതിലെ ടൈപ്പിസ്റ്റ് ബാച്ചുകാരും ഉണ്ട്, LDC ബാച്ചുകാരും ഉണ്ട്. അപ്പോ നമ്മളെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാര്യങ്ങൾ കവർ ചെയ്തു പോകുന്നത്. ഓക്കെ, ഇനി ബാച്ച് 1ൽ ഇരുന്ന ആളുകൾ ഒന്ന് ഇവിടെ ശ്രദ്ധിക്കണേ. ബാച്ച് 1ൽ ഇരുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് നമ്മുടെ ടൈപ്പിസ്റ്റിന്റെ ഗ്രൂപ്പാണ്. ടൈപ്പിസ്റ്റിന്റെ ഗ്രൂപ്പിൽ ഇല്ലാത്തവര് ജോയിൻ ചെയ്യണേ. പച്ചവെള്ളം ടൈപ്പിസ്റ്റില് നമ്മൾ ഈ PDF-കളൊക്കെ ഇടയിൽ PDF ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. യെസ്, ഇത് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടില്ല അല്ലെ? വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടാട്ടോ. ഓക്കെ, ഞാൻ ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാച്ച് 1ലുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ബാച്ച് 1കാർക്കും ഇത് ഞാൻ സൗജന്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കേട്ട പഠിക്കട്ടെ എല്ലാവരും. യെസ്, ഇന്നലെ 23-ാം തീയതി ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. LDC കേരഫെഡ് ഹാൻഡ്ലൂം ജില്ലാ സഹകരണ ബാങ്ക് ക്ലർക്ക് ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. ഓക്കെ, ആ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ബാച്ച് 1കാരോടാണ്, പഠിക്കാത്ത ആളുകള്. ഓക്കെ, പിന്നെ ടൈപ്പിസ്റ്റിന്റെ ബാച്ച് 2, 3 ആണെങ്കിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ബാച്ച് 2 അല്ല, പഠിച്ച ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്. ബാച്ച് 1 ഇന്നലെ നടന്ന പരീക്ഷയാണ്. യെസ്, നോക്കണേ നിങ്ങളെ. Which of the following memory cell require refreshing circuits retain the data? ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് ചെയ്യേണ്ട മെമ്മറി ഏതാണ്? ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി അല്ലേ? ഇനി വാട്ട് ആർ ദി സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഇൻക്ലൂഡഡ് ഇൻ സിസ്റ്റം സോഫ്റ്റ്വെയർ? സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഉള്ളത് ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡ്രൈവർ സോഫ്റ്റ്വെയർ, വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഡ്രൈവർ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലേ? അപ്പൊ ബോത്ത് A and B ആണ്. ഓക്കെ, യെസ്. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, റെഡ് ഹാറ്റ്, ഇംപ്രസ്, ഗൂഗിൾ സ്ലൈഡ്സ്. ഓക്കെ, പുതിയതായി വരുന്ന ആളുകൾ ഒന്ന് ക്ഷമിക്കണേ. ഓക്കെ, കുറച്ച് ചോദ്യങ്ങൾ പറയാണേ. ഓക്കെ, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഏതാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത്? റെഡ് ഹാറ്റ് ആണ്, അത് ലിനക്സിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലെ? ഇനി നെറ്റ്വർക്ക് ഡിവൈസ് വിച്ച് കണക്ട് ടു ഡിസിമിലർ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, 2 വ്യത്യസ്ത തരത്തിലുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? യെസ്, അതേ ഗേറ്റ് വേ ആണ് അല്ലെ? ഇനി വിച്ച് നെറ്റ്വർക്ക് ടൈപ്പ് ട്രെൻഡ് എക്സിബിറ്റ് ഹയർ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്? ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതാ? ലാനിലാണ് അല്ലെ? ഇനി ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഹൈ ലെവലിനെ ശ്രദ്ധിച്ചു കേൾക്കണേ. ഹൈ ലെവലിനെ കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ ഉണ്ട്. അസംബ്ലർ ഹൈ ലെവൽ ആണോ? അല്ല, ലോ ലെവൽ ആണ് കേട്ടോ. അപ്പോ കമ്പൈലറും ഇന്റർപ്രറ്ററും ആൻസർ ആണ്. ഇനി IT ആക്ട് 2000 ഒപ്പുവെച്ച സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു? ഇന്നലെ നമ്മൾ പഠിച്ചതാണ്, KR നാരായണൻ കേട്ടോ, KR നാരായണൻ. ഇനി the HTML tag is used to specify multi-line text. നമ്മൾ അഡ്രസ് ഒക്കെ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഏത് ടാഗ് ആണ് യൂസ് ചെയ്യുക? ടെക്സ്റ്റ് ഏരിയ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡാഷ് മീൻസ് ഓതറൈസ്ഡ് പേഴ്സൺ ക്യാൻ ആക്സസ് ഡാറ്റ ആൻഡ് പ്രിവെന്റ് അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ. യെസ്, അത് കോൺഫിഡൻഷ്യാലിറ്റി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് എന്ന് പറയുന്നത് 2012 മുതൽ ആരുടെ പാർട്ടാണ്? ഫേസ്ബുക്ക് അതിനെ അക്വയർ ചെയ്തു, സുക്കറണ്ണൻ അതിനെ അക്വയർ ചെയ്തു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ നടന്ന പരീക്ഷയിലെ ചോദ്യമാണ്. ഇതിൽ ബാച്ച് 1ൽ എടുക്കാത്ത ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. കൃത്യമായി ബാച്ച് 1 ഫോളോ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇന്നലെ നടന്ന പരീക്ഷയില് നമ്മൾ എടുക്കാത്തതായിട്ട് ഒരു ചോദ്യമില്ല. യെസ്, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷയായിരുന്നു, പക്ഷേ നമ്മൾ എടുക്കാത്തതായിട്ട് ഒരു ചോദ്യമില്ല. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വളരെ വിശദമായിട്ട് കവർ ചെയ്തു പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഇത് അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇത് വിശദമായിട്ട് പഠിക്കാം കേട്ടോ. സ്നേഹ ബിജു എല്ലാം നമ്മൾ പഠിച്ചല്ലേ? എല്ലാം നമ്മൾ പഠിച്ചതല്ലേ സ്നേഹ ബിജു? യെസ് അല്ലേ? ബാക്കിയുള്ളവര് യെസ്. HTML നമ്മൾ എടുത്താണല്ലോ. HTML നമ്മൾ എടുത്തില്ലേ? HTML നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ.
യെസ് HTML പിന്നെ നമ്മുടെ എന്താണ് പറയാ സെലക്ട് ടാഗ്, ഓപ്ഷൻ ടാഗ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ ടൈറ്റിൽ ടാഗ്, ബോഡി ടാഗ്, പിന്നെ ലിങ്കിന് വേണ്ടിയിട്ടുള്ള ടാഗ്, അതുപോലെ തന്നെ യെസ് ഞാൻ ഇപ്പൊ എടുത്ത് കാണിച്ചു തരുവേ കേട്ടോ. HTML നമ്മളെ എന്താണ് ഒരു സ്കൂളിന്റെ HTML പേജ് എടുത്തിട്ട് അതിനകത്ത് ഒരു കുട്ടിയുടെ അഡ്രസ് നമ്മൾ ചെയ്തല്ലേ, ആ കുട്ടിയുടെ അഡ്രസ് ചെയ്ത സമയത്ത് അഡ്രസ്സിന്റെ ബാറില് ടെക്സ്റ്റ് ബോക്സിന്റെ ടെക്സ്റ്റ് ഏരിയ ഉണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറഞ്ഞാണ് കേട്ടോ. യെസ് അത് ഇല്ല എന്ന് പറയുന്ന ആളുകൾ ടൈപ്പിസ്റ്റിന് എടുത്തിട്ടില്ല HTML. ടൈപ്പിസ്റ്റിന് എടുത്തില്ല, സമ്മതിക്കുന്നു. ടൈപ്പിസ്റ്റ് നിങ്ങളുടെ സിലബസിൽ ഇല്ല കേട്ടോ. ടൈപ്പിസ്റ്റ് നിങ്ങളെ സിലബസിൽ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ടൈപ്പിസ്റ്റുകാരാണ് പറഞ്ഞെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു, കാരണം നിങ്ങളുടെ സിലബസിൽ ഇല്ല കേട്ടോ. അപ്പൊ ഇതിലും ഇന്റർനെറ്റ് എടുക്കുന്ന സമയത്ത് HTML ടൈപ്പിസ്റ്റിന്റെ ബാച്ചിൽ ഞാൻ ലോഡ് ചെയ്യില്ല കേട്ടോ. യെസ് അത് ഞാൻ സമ്മതിക്കുന്നു. യെസ് അപ്പൊ നമ്മൾ എന്താണ്, നമ്മളെ ഇവിടെയുള്ള മാർക്കുകൾ ഇവിടെയുള്ള മാർക്ക് നമ്മൾ വാങ്ങുമെന്ന് ഉറച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇരിക്കുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് കമ്പ്യൂട്ടർ? കണക്ക് കൂട്ടലുകൾ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയ കാൽക്കുലേറ്ററിൽ നിന്നാണ് ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിലേക്ക് നാം എത്തിയത്. എന്താണ്? കണക്ക് കൂട്ടലുകൾ എളുപ്പത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് കണ്ടുപിടിച്ചു. അതിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിയത്. യെസ്, അബാക്കസ് എന്ന ഉപകരണമാണ് കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും പഴയ രൂപമായിട്ട് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. അബാക്കസ് എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പഴയ രൂപമായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. അപ്പൊ ആദ്യം കാൽക്കുലേറ്റർ ആണ്, പിന്നീടാണ് ഈ പറയുന്ന കമ്പ്യൂട്ടറിലേക്ക് വന്നത്. കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡിവൈസ് കണ്ടുപിടിച്ചിരുന്നത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലൻ ട്യൂറിംഗ്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അലൻ ട്യൂറിംഗ് ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം കേട്ടോ. ഇനി ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആധുനിക കമ്പ്യൂട്ടറിന്റെ മോഡേൺ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരാണ്? യെസ്, അതെ, അലൻ ട്യൂറിംഗ് ആണ് എന്ന് പഠിച്ചു നോക്കാം. ഇന്ന് ഹിസ്റ്ററിയാണ് കേട്ടോ, കമ്പ്യൂട്ടറിന്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇംഗ്ലീഷും മലയാളത്തിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇപ്പൊ റാമും റോമും വോളറ്റൈൽ മെമ്മറിയും ഇതൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക കേട്ടോ. അപ്പൊ നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ ഇംഗ്ലീഷിലുള്ള ടേം, ഇംഗ്ലീഷിലുള്ള പല റാങ്ക് ഫയലുകളും കമ്പ്യൂട്ടർ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നോട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക കേട്ടോ. ഇംഗ്ലീഷിലും മലയാളത്തിലോടും കൂടിയുള്ള നോട്ടാണ്. പരീക്ഷയും ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടി ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ഈ പറയുന്ന അബാക്കസും ഈ പറയുന്ന പിന്നെ എന്താ പറയാ വോളറ്റൈൽ മെമ്മറി ആയാലും റാമും റോമും ഹാർഡ് ഡിസ്കും ഇതൊക്കെ ഇംഗ്ലീഷിലുള്ള ടേം മലയാളത്തിലാണ് PSC ചോദിക്കുക കേട്ടോ. യെസ്, ഓക്കെ, യെസ്. അപ്പോ മോഡേൺ കമ്പ്യൂട്ടറിന്റെ പൂർവ്വരൂപം അനലിറ്റിക്കൽ എഞ്ചിനാണ്. അത് അപ്പുറത്ത് വരുന്നുണ്ട് കേട്ടോ, അപ്പുറത്ത് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ക് കൂട്ടലുകൾ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ വന്നത്. കാൽക്കുലേറ്ററിൽ നിന്നാണ് കമ്പ്യൂട്ടർ വന്നത്. അബാക്കസ് എന്ന ഉപകരണമാണ് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പഴയ രൂപമായിട്ട് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. എന്നാൽ ആദ്യത്തെ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് അനലിറ്റിക്കൽ എഞ്ചിനാണ്. അത് അപ്പുറത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചാൾസ് ബാബേജ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ കമ്പ്യൂട്ടറിന്റെ അച്ഛൻ എന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം കേട്ടോ. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ്, ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അലൻ ട്യൂറിംഗ് എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. ഇനി ബ്ലെയ്സ് പാസ്കൽ എന്ന ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനാണ് ആദ്യമായി കാൽക്കുലേറ്റർ നിർമ്മിച്ചത്. ആരാണ്? ബ്ലെയ്സ് പാസ്കൽ എന്ന ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനാണ് കാൽക്കുലേറ്റർ നിർമ്മിച്ചത്. അപ്പൊ കാൽക്കുലേറ്റർ ആരാ നിർമ്മിച്ചത്? കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവാണ്. ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഈ പറയുന്ന പോയിന്റുകൾ നമ്മളെ പഠിച്ച് വെക്കാം. ഈ പേജിൽ അത്രയേ ഉള്ളൂ. ഓക്കെ, യെസ്.
ഇനി കമ്പ്യൂട്ട് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്ക് ഉത്ഭവിച്ചത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് പഴയ ചോദ്യമാണ്. ഏത് വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏത് വാക്കിൽ നിന്നാണ്? കമ്പ്യൂട്ടർ എന്ന പദത്തിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടേം ഉത്ഭവിച്ചത്. എല്ലായിടത്തും തന്നെയാണോ? യെസ്, കമ്പ്യൂട്ടർ എന്ന പദത്തിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്ക് നിർമ്മിച്ചത്. ലാറ്റിൻ പദമാണ്. ചാൾസ് ബാബേജ് 1822 ഡിഫറൻസ് എഞ്ചിൻ എന്ന കണക്കുകൂട്ടൽ സഹായി കണ്ടുപിടിച്ചു. അനലിറ്റിക്കൽ എഞ്ചിനിലേക്ക് എത്തുന്നേ ഉള്ളൂ. യെസ്, ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചു 1822 കണക്ക് കൂട്ടാൻ. അപ്പൊ കാൽക്കുലേറ്റർ ആണല്ലോ കമ്പ്യൂട്ടറിന്റെ തുടക്കം. അതിനെ 1822 ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു കണക്കുകൂട്ടൽ സഹായി കണ്ടുപിടിച്ചു ചാൾസ് ബാബേജ്. ഓക്കെ, കണക്കുകൂട്ടൽ സഹായി കണ്ടുപിടിച്ചു ചാൾസ് ബാബേജ്. തെറ്റാണോ? പിന്നീട് ഡിഫറൻസ് എഞ്ചിന് മാറ്റങ്ങൾ വരുത്തിയാണ് ചാൾസ് ബാബേജ് അനലിറ്റിക്കൽ എഞ്ചിൻ രൂപപ്പെടുത്തിയത്. 1837 നിർമ്മിക്കപ്പെട്ട അനലിറ്റിക്കൽ എഞ്ചിനാണ് ലോകത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ. അപ്പൊ കാൽക്കുലേറ്ററിൽ നിന്നാണ് കമ്പ്യൂട്ടറിലേക്ക് വന്നത്. എന്നാൽ കമ്പ്യൂട്ടറിന്റെ ആദ്യ രൂപം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനലിറ്റിക്കൽ എഞ്ചിനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അബാക്കസ് ആദ്യം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് ഡിവൈസുകൾ ഉണ്ട്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയില്ലേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അബാക്കസ് ഉണ്ട്, അത് കണക്ക് കൂട്ടാനുള്ള ഒരു മാർഗമായിരുന്നു. അതിൽ നിന്ന് പിന്നീട് ചാൾസ് ബാബേജ് ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചു. അതിൽ നിന്നാണ് പിന്നീട് അനലിറ്റിക്കൽ എഞ്ചിൻ കണ്ടുപിടിച്ചത്. അത് 1837. ഓക്കെ, അപ്പൊ നോക്കിയേ നിങ്ങൾ, ഈ പറയുന്ന ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിനും കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആയതുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ തുടക്കത്തിൽ കാരനായതുകൊണ്ടാണ് അദ്ദേഹത്തെ അച്ഛൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ആവിയന്ത്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അനലിറ്റിക്കൽ എഞ്ചിൻ പ്രവർത്തിച്ചിരുന്നത് കേട്ടോ. ആവിയന്ത്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അനലിറ്റിക്കൽ എഞ്ചിൻ പ്രവർത്തിച്ചിരുന്നത്. അല്ലാതെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പോലെ കീബോർഡ് മൗസും ഉള്ള ഒരു ഉപകരണം അല്ല. ആവിയന്ത്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അനലിറ്റിക്കൽ എഞ്ചിൻ പ്രവർത്തിച്ചിരുന്നത്. കമ്പ്യൂട്ടറിന്റെ ആദ്യ രൂപമായിരുന്നു അത് എന്ന് വിളിച്ച് വെക്കാം കേട്ടോ. യെസ്, ഏത് അനലിറ്റിക്കൽ എഞ്ചിന്റെ വർഷമാണോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അനലിറ്റിക്കൽ എഞ്ചിന്റെ വർഷത്തിൽ സംശയം ഉണ്ടോ? നമുക്കൊന്ന് നോക്കാം. 37 NCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് ആണ്. സംശയം വരാൻ കാരണം എന്താ? ഒന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല വർഷങ്ങളൊന്നും, എന്നാലും നമുക്ക് സംശയങ്ങൾ ബാക്കി വെക്കണ്ട. ഇതൊക്കെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എടുത്തത്. 34 കാണുന്നുണ്ട്, 33, 34. അതൊരു കാലഘട്ടത്തിലാണ് ഉണ്ടാവുക. ടെക്സ്റ്റ് ബുക്കിൽ പക്ഷെ പറയുന്നത് ഇതാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് യെസ് 37 എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് കേട്ടോ. യെസ്, നമ്മൾ സെർച്ചിൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു രാവിലെ എണീറ്റപ്പോ അങ്ങ് കണ്ടുപിടിച്ചല്ല, ഒരു കാലഘട്ടത്തിലുള്ളതാണ്. ഈ പറയുന്ന പോലെ 33, 34 ഒക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. യെസ്, അത് അത്ര ഇമ്പോർട്ടന്റും അല്ല. യെസ്, അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണിത്. അതെ, 37 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ബാക്കി ഓപ്ഷൻസ് നോക്കിയിട്ട് നോക്കാം കേട്ടോ. 37 ഇല്ലാതെ 34, 33 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്കും പോകാം. അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ 1837 നിർമ്മിക്കപ്പെട്ട അനലിറ്റിക്കൽ എഞ്ചിനാണ് ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ. ആവിയന്ത്രത്തിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അനലിറ്റിക്കൽ എഞ്ചിൻ പ്രവർത്തിച്ചിരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? കണക്ക് കൂട്ടൽ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റർ എന്നാണ് ഈ കമ്പ്യൂട്ടർ എന്ന പദം രൂപം കൊണ്ടത്. അബാക്കസ് എന്ന ഉപകരണമാണ് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പഴയ രൂപം. അതായത് കമ്പ്യൂട്ടറിന്റെ രൂപമല്ല, കമ്പ്യൂട്ടറിന്റെ മുൻഗാമിയായിട്ടുണ്ടായിരുന്ന ആദ്യ രൂപമാണ് അബാക്കസ്. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് ബാബേജ് ആണ്. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അലൻ ട്യൂറിംഗ് ആണ്. ഈ പറയുന്ന കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ബ്ലെയ്സ് പാസ്കൽ ആണ്. ഏത് പദത്തിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്ക് ഉത്ഭവിച്ചത്? ലാറ്റിൻ പദമായ കമ്പ്യൂട്ടർ എന്നുള്ള വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടറെ ഉത്ഭവിച്ചത്. കമ്പ്യൂട്ടറിന്റെ ആദ്യ രൂപമായ ചാൾസ് ബാബേജ് 1822 എന്ത് കണ്ടുപിടിച്ചു? ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചു. അതിനുശേഷം കമ്പ്യൂട്ടറിന്റെ ആദ്യ രൂപമായ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന അനലിറ്റിക്കൽ എഞ്ചിൻ ആര് കണ്ടുപിടിച്ചു? നമ്മുടെ ചാൾസ് ബാബേജ് കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. ആവിയന്ത്രത്തിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അനലിറ്റിക്കൽ എഞ്ചിൻ പ്രവർത്തിച്ചിരുന്നത് കേട്ടോ.
യെസ്, അപ്പൊ അതും പഠിച്ചു വെക്കാം. അനലിറ്റിക് എഞ്ചിന്റെ വർഷം 37 ടെക്സ്റ്റ് ബുക്ക് 33 4 കാണുന്നുണ്ട്. അപ്പൊ അതും കൂടി മൈൻഡിൽ വെച്ച് വെക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് പറയുന്നത്? NCERT +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ കണ്ടന്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. യെസ്, പിന്നെ പലതും പഠിക്കുന്ന സമയത്ത് ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് കമ്പ്യൂട്ടറിലെ. പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ ഓറിയന്റ് ചെയ്തുകൊണ്ടാണ് നമ്മളെ വർഷങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കാരണം PSC റീസെന്റ് ആയിട്ട് ചോദിച്ച പല പരീക്ഷയിലും ടെക്സ്റ്റിനെ ഓറിയന്റ് ചെയ്തിട്ടാണ് ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും കെൻബാക്ക് എന്ന് പറയുന്ന ചോദ്യം, യൂണിവാക്ക് കെൻബാക്ക് കേട്ടോ, പറയുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഇനി പഞ്ച് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഹെർമൻ ഹോളറിത്തെ എന്ന ഗണിതജ്ഞൻ ടാബുലേറ്റർ കമ്പ്യൂട്ടർ വികസിപ്പിച്ചു. എന്താ ഈ പഞ്ച് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പണ്ടത്തെ ഒരു ഗെയിമിംഗ് പിന്നെ ഇതിലൊക്കെ ഉള്ള ഒരു എന്താ പറയുക, ഇൻപുട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം അറിയാം. ഒരു സ്ലിപ്പ് ഉണ്ടാവും, ഒരു സ്ട്രിപ്പ് ഉണ്ടാവും. അതിങ്ങനെ പഞ്ച് ചെയ്തിട്ടാണ് ആ ഡിവൈസിലേക്ക് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് വെക്കുക, ഇജക്ട് ചെയ്തിട്ട് വെക്കുക. ഓർമ്മയുണ്ടോ അത്? അതിന്റെ ഒരു മുൻഗാമിയാണ് ആ ഗെയിമിംഗ് പിന്നെന്താണ് ഡിവൈസിന്റെ ഒരു മുൻഗാമിയാണെന്ന് പറയാം പഞ്ച് കാർഡ്. അതായത് നമ്മളൊരു ചിപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ചിപ്പിൽ നിന്നുള്ള ഡാറ്റ എടുത്തിട്ടാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുക കേട്ടോ. ഇന്ന് കാണുന്ന പോലെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന രൂപമൊന്നുമില്ല. പണ്ടേ നമ്മൾ കൊടുക്കുന്ന പഞ്ച് കാർഡിൽ നിന്നുള്ള വിവരങ്ങളാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുക കേട്ടോ. അത്തരത്തിലുള്ള ടാബുലേറ്റർ കമ്പ്യൂട്ടർ ആദ്യമായി വികസിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടാബുലേറ്റർ കമ്പ്യൂട്ടർ ആദ്യമായി വികസിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെർമൻ ഹോളറിത്ത് ആണ്. ആരാണ് ടാബുലേറ്റർ കമ്പ്യൂട്ടർ വികസിപ്പിച്ചത്? ഹെർമൻ ഹോളറിത്ത് ആണ്. ഇത് ഹിസ്റ്ററി ഇങ്ങനെ പറയണം. അബാക്കസ് ഉണ്ടായിരുന്നു, ഡിഫറൻസ് എഞ്ചിൻ പഠിച്ചു, പിന്നെ അനലിറ്റിക്കൽ എഞ്ചിൻ വന്നു, പിന്നെ ടാബുലേറ്റർ കമ്പ്യൂട്ടർ വന്നു. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പൊ പഞ്ച് കാർഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഹെർമൻ ഹോളറിത്തെ എന്ന ഗണിത ശാസ്ത്രജ്ഞനാണ് ടാബുലേറ്റർ കമ്പ്യൂട്ടറെ വികസിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. യെസ്. അപ്പോ ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറിന്റെ പേര് ടിഫ്രാക് എന്നുള്ളതാണ്. 1960 ഇന്ത്യ വികസിപ്പിച്ചത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആൻഡ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്നുള്ളതാണ് ടിഫ്രാക്കിന്റെ പൂർണ്ണരൂപം. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറാണ് ഇത്, ടിഫ്രാക്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറാണ് ടിഫ്രാക്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആൻഡ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്നുള്ളതാണ് ടിഫ്രാക്കിന്റെ പൂർണ്ണരൂപം. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ. അപ്പൊ പഞ്ച് കാർഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച കമ്പ്യൂട്ടറാണ് ടാബുലേറ്റർ കമ്പ്യൂട്ടർ. ആരാ കണ്ടുപിടിച്ചത്? ഹെർമൻ ഹോളറിത്ത്. എന്നാൽ കമ്പ്യൂട്ടറിന്റെ ആദ്യ രൂപം എന്നറിയപ്പെടുന്നത് അനലിറ്റിക്കൽ എഞ്ചിനാണ്. കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ബാബേജ്. അനലിറ്റിക്കൽ എഞ്ചിന്റെ മുൻഗാമിയാണ് ഏത്? ഡിഫറൻസ് എഞ്ചിൻ. ഓക്കെ, യെസ്. ഇങ്ങനെ പല കമ്പ്യൂട്ടേഴ്സ് പഠിച്ചു പോവാ കേട്ടോ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കമ്പ്യൂട്ടറാണ് ടിഫ്രാക്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആൻഡ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. ഇത് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ എടുക്കാത്തൊരു പോയിന്റ് ആണ്. അപ്പോ ബാച്ച് 1 ഞാൻ കണ്ടതാണ് എന്ന് വിചാരിച്ചിട്ട് മുങ്ങാൻ നിൽക്കേണ്ട. അഡീഷണൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കൂട്ടിച്ചേർക്കും കേട്ടോ. കമ്പ്യൂട്ടറുകൾ അതിന്റെ വളർച്ചയുടെ വിവിധ കാലങ്ങളിലായി വരുന്ന സാങ്കേതിക വിദ്യാ മാറ്റങ്ങൾക്കനുസരിച്ച് കമ്പ്യൂട്ടർ തലമുറകളെ എത്രയായി വർഗീകരിക്കാം? കമ്പ്യൂട്ടർ തലമുറകളെ കാലഘട്ടത്തിനനുസരിച്ചല്ല, അവയുടെ സാങ്കേതിക വിദ്യക്കനുസരിച്ച്, ഏതേത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് എന്നതിനനുസരിച്ച് കമ്പ്യൂട്ടറിന്റെ തലമുറകളെ എത്രയായി തരംതിരിക്കാം? 5 ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, അപ്പൊ തലമുറയിലേക്ക് പോകുന്നതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ സെറ്റാണോ? ഏത് ഉപകരണത്തിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഉപകരണം വന്നത്? കാൽക്കുലേറ്റർ. ആ കാലത്ത് ഉണ്ടായിരുന്ന ആദ്യ രൂപമാണ് അബാക്കസ് അല്ലെ. കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? പറഞ്ഞേ, കമന്റ് ചെയ്തേ. കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാൾസ് ബാബേജ് ആണ്. എന്നാൽ മോഡേൺ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? അല്ലെങ്കിൽ ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൻ ട്യൂറിംഗ് ആണ്. ഓക്കെ, അലൻ ട്യൂറിംഗ് ആണ്. നമുക്ക് അവിടെ വേണമെങ്കിൽ 2-3 അച്ഛന്മാരെയും കൂടെ വേണമെങ്കിൽ പഠിക്കാം കേട്ടോ. കുറച്ചധികം പേരായി. ബ്ലേസ് പാസ്കലാണ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത്. ഇവിടെ പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്നറിയാമോ? പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ്, യെസ്, പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് എഡ്വേർഡ് റോബർട്ട്. ആരാണ്? എഡ്വേർഡ് റോബർട്ട്. ഓക്കെ, ഇനി സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ്? സൈമർ ക്രേ എന്ന് പഠിച്ചു വെക്കാം, സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ്. ഇനി ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നാളെ പരീക്ഷയിൽ ഞാൻ ചോദിക്കേ, ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതെ വിജയ് പി ബഡ്കർ ആണ് എന്ന പോയിന്റ് പഠിച്ചു നോക്കാം. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിജയ് പി ബഡ്കർ ആണ് എന്ന പോയിന്റ് പഠിച്ചു നോക്കാം. ഓക്കെ, വേറെയും കുറെ അച്ഛന്മാരുണ്ട്, നമുക്ക് പിന്നീട് ഭാവിയിൽ ഓരോന്ന് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം. ഇതും കൂടി അതിന്റെ കൂട്ടത്തിലേക്ക് കൂട്ടിച്ചേർക്കണേ. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്വേർഡ് റോബർട്ട്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈമുർ ക്രേ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിജയ് പി ബഡ്കർ. കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ബ്ലെയ്സ് പാസ്കൽ. കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ട്യൂറിംഗ്. ഈ പേജിൽ നിന്ന് തന്നെ അടുത്ത പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കിട്ടട്ടെ. പിന്നെ ഡിഫറൻസ് എഞ്ചിൻ 822 കണ്ടുപിടിച്ചു. 33-37 കാലഘട്ടത്തിൽ അനലിറ്റിക്കൽ എഞ്ചിനായ ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന അനലിറ്റിക്കൽ എഞ്ചിൻ കണ്ടുപിടിച്ചു. പിന്നെ ടാബുലേറ്റർ കമ്പ്യൂട്ടർ ഹെർമൻ ഹോളറിത്ത് ആണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ടിഫ്രാക്ക് ആണ്. 60-ൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആൻഡ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. ഓക്കെ, ഇന്റർനെറ്റിന്റെ പിതാവ് ആരാണ്? വിൻഡൻ സർഫ് ആണ് കേട്ടോ. ഇന്റർനെറ്റ് ക്രൈ അല്ല, ഇന്റർനെറ്റ് വിൻഡൻ സർഫ്. ഇന്റർനെറ്റിന്റെ പിതാവ് ഏതായാലും അതും കൂടി ഇവിടെ ചോദിച്ച സ്ഥിതിക്ക് ഇന്റർനെറ്റിന്റെ പിതാവ് ആരാ? വിൻഡൻ സർഫ് ആണ് കേട്ടോ. വിൻഡൻ സർഫ് ആണ് ഇന്റർനെറ്റിന്റെ പിതാവ് എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ, അപ്പൊ അതും കൂടി ആയി കഴിഞ്ഞാല് അത്രയും കാര്യങ്ങളായി. ഇതുവരെയുള്ള കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? തലമുറകളിലേക്ക് പോകുന്നു. പോട്ടെ, കമ്പ്യൂട്ടർ തലമുറകൾ ഡിസ്കസ് ചെയ്യട്ടെ. കമ്പ്യൂട്ടറിന് അപ്പൊ എത്ര തലമുറയുണ്ട്? 5 തലമുറയാണുള്ളത് അല്ലെ? 5 തലമുറയാണുള്ളത്. 1940-55 കാലത്ത് പുറത്തിറങ്ങിയ കമ്പ്യൂട്ടറിനെ പൊതുവെ ഒന്നാം തലമുറ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നു. വർഷങ്ങൾക്കല്ല തലമുറകളിൽ പ്രാധാന്യം എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക എന്നാണ് ഉണ്ടായിരുന്നെന്നുള്ളത്. 40-55 കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ജനറേഷൻ വന്നത്. 1940-55. നോക്കി ഇവിടെ കമ്പ്യൂട്ടർ ഈ പറയുന്ന ഇതൊക്കെ 800-ലാണ്, 822. ഇത് അത്രയും ബാക്കിലാണ്. പിന്നെ ഇന്ത്യയിൽ നിർമ്മിച്ചത് അത് ശരിക്കും ഈ പറയുന്ന സെക്കൻഡ് ജനറേഷനിലൊക്കെയാണ് വരിക കേട്ടോ. ഇയർ ചോദിക്കില്ല. ഇയറിനല്ല ഇതിന് ഇമ്പോർട്ടൻസ്. ഈ പറയുന്ന ജനറേഷൻസില് ഇയറിനല്ല ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്തിനാണ് ഇമ്പോർട്ടൻസ്? ഏത് ടെക്നോളജിയാണ് അവിടെ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് എന്നതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് കേട്ടോ. ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളെ അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക വിദ്യ വാക്വം ട്യൂബുകളായിരുന്നു. ഓക്കെ, ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളെ അടിസ്ഥാനമാക്കിയിരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതായിരുന്നു? വാക്വം ട്യൂബ്. അതായത് ഒന്നാം തലമുറയിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി വാക്വം ട്യൂബ്. ആരാ കണ്ടുപിടിച്ചത്? ജോൺ എ ഫ്ലെമിംഗ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ആരാണ്? ജോൺ എ ഫ്ലെമിംഗ് ആണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത്. ജോൺ എ ഫ്ലെമിംഗ്. 5 പേരായി, കൺഫ്യൂഷൻ ആവരുതേ കേട്ടോ. ജോൺ എ ഫ്ലെമിംഗ് ആണ് ഈ പറയുന്ന വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് എന്ന് പഠിച്ചു. മെമ്മറിയായി മാഗ്നറ്റിക് ഡ്രമ്മുകളാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. ഈ വാക്വം ട്യൂബ് എന്തിനാണെന്ന് അറിയാമോ? വാക്വം ട്യൂബ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ആണ് വാക്വം ട്യൂബ് കേട്ടോ. വാക്വം ട്യൂബ് ഇൻ ഏർലി കമ്പ്യൂട്ടേഴ്സ്. ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ധാരണ കിട്ടുന്ന രൂപത്തിലുള്ള ചിത്രങ്ങൾ അതാ ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടോ? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കവർ ചെയ്ത് ഇതിന്റെ ഉള്ളിൽ കൂടെ IBMന്റെ കണ്ടോ നിങ്ങൾ? ഇവിടെ ഇതൊക്കെ കണ്ടോ?
ഇങ്ങനെയുള്ള ഒരു ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു ചിപ്പ് രൂപത്തിലൊന്നും അല്ല കേട്ടോ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഇത് കണ്ട കുറച്ചും കൂടി ക്ലിയർ ആവും. കണ്ടോ നിങ്ങള്? യെസ്, ഓക്കെ. നമ്മളെ ഇതുവഴി ഇൻപുട്ട് ഒക്കെ കൊടുത്തേ ഓപ്പറേഷൻസ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടേ വാക്വം ട്യൂബ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫറിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ കൈമാറ്റം ചെയ്യാനൊക്കെ സഹായിച്ചിരുന്നത്. അതിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ഒന്നാം തലമുറയിൽ എന്തായിരുന്നു? വാക്വം ട്യൂബുകളായിരുന്നു കേട്ടോ. ഒന്നാം തലമുറയിൽ എന്തായിരുന്നു? വാക്വം ട്യൂബുകളായിരുന്നു എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്തേ വെക്കാം കേട്ടോ. അപ്പൊ ആരാ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജോൺ എ ഫ്ലെമിംഗ് ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. ഓക്കെ. ഇനി മാഗ്നറ്റിക് ഡ്രമ്മുകളാണ് ഇവയിൽ ഉപയോഗിച്ചിരുന്നത്. എന്താണ് ഉപയോഗിച്ചിരുന്നത്? മാഗ്നറ്റിക് ഡ്രമ്മുകളാണ് ഇവയിൽ ഉപയോഗിച്ചിരുന്നത്. എന്തിന്? മെമ്മറിക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഡാറ്റ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് ഡ്രം, ഡാറ്റയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് വാക്വം ട്യൂബ് കേട്ടോ. ഡാറ്റയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്താണ്? ഡാറ്റയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് വാക്വം ട്യൂബ്, ഡാറ്റ സ്ഥിരമായി സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള മെമ്മറി ആയിട്ട് മാഗ്നറ്റിക് ഡ്രമ്മുകളുമാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. ഇനി ഒന്നാം തലമുറ കമ്പ്യൂട്ടറിന്റെ ഭാഷ മെഷീൻ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ അതിന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ്. ബൈനറി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏതാ? സീറോസും വൺസും മാത്രമുള്ള ലാംഗ്വേജ് ആണ് ബൈനറി ലാംഗ്വേജ്. അതാണ് ഒന്നാം തലമുറയിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ കേട്ടോ. മെയിൻ ആയിട്ട് അതിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്വം ട്യൂബ്, ഡാറ്റ സ്ഥിരമായി സൂക്ഷിച്ചു വെക്കാനുള്ള മെമ്മറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഡ്രമ്മേ. ഇനി അവിടെ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ് ആണ്, ബൈനറി ലാംഗ്വേജ് ആണ്, സീറോസും വൺസും മാത്രമുള്ള ബൈനറി ലാംഗ്വേജ് ആണ് എന്ന പോയിന്റും പഠിച്ച് വെക്കാം. സെറ്റ്? യെസ്. ഇനി ഒന്നാം തലമുറയിൽ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എഡ്സാക്ക്, എഡ്വാക്ക്, എനിയാക്ക്, യൂണിവാക്ക്, ഇതൊക്കെ ഫസ്റ്റ് ജനറേഷൻ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറുകളാണ്. ഓക്കെ. ഇതിന്റെയൊക്കെ പൂർണ്ണ രൂപങ്ങളും കൂടി എന്ത് ചെയ്യാം? ഒന്നേ പഠിച്ചു പോകാം. പ്രത്യേകിച്ചും എനിയാക്കിന്റെ ഒക്കെ പൂർണ്ണ രൂപം PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എഡ്സാക്ക്, ഇതിന്റെയൊക്കെ പ്രത്യേകം നോക്കിയ വാക്ക് അല്ലെ, എഡ്സാക്ക്, വാക്ക്, കാക്ക്, വാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വാക്വം ട്യൂബ് എന്ന് പറയുന്നതിന്റെ വാക്വമിന്റെ വാക്കാണ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എഡ്സാക്കിന്റെ പൂർണ്ണ രൂപം ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. എഡ്വാക്കോ ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇനി എനിയാക്കോ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. അതേ കാൽക്കുലേറ്റർ എന്നും പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടും മനസ്സിൽ വെക്കുക. രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് പോകും കേട്ടോ. പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് എനിയാക്കിന്റെ ഫുൾ ഫോം നോക്കി കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നേ വരുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലത്ത് എനിയാക്ക് കാൽക്കുലേഷന് വേണ്ടി മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കമ്പ്യൂട്ടേഷണൽ ടാസ്കും കൂടി, നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്ന കമ്പ്യൂട്ടേഷണൽ ടാസ്ക് കൂടി ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് അതിന്റെ പൂർണ്ണ രൂപത്തിലും മാറ്റങ്ങൾ വന്നത് കേട്ടോ. അപ്പൊ രണ്ടും പഠിച്ചു വെക്കുക. ഏതാണോ ഓപ്ഷൻ അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇലക്ട്രോണിക് ആണ്, ഇലക്ട്രിക്കൽ അല്ല. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. ഇപ്പോ റീസെന്റ് ആയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആണ് ആൻസർ. അതാണ് സ്ലൈഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി യൂണിവാക്കിന്റെ പൂർണ്ണരൂപം എന്താണ്? യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഒരു 4 തവണയെങ്കിലും PSC ചോദിച്ച ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. യൂണിവാക്കിന്റെ പൂർണ്ണരൂപം യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ കേട്ടോ. എന്താണ്? യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. അപ്പോ ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ്, ഇതിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചേ. എന്താണ് ഇതിന്റെ പൂർണ്ണരൂപം എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. യെസ്, ഒന്നാം തലമുറ കമ്പ്യൂട്ടർ എഡ്സാക്കിന്റെ പൂർണ്ണരൂപം ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. എഡ്വാക്ക് ആണെങ്കിൽ ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇനി എനിയാക്ക് ആണെങ്കിൽ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഇനി യൂണിവാക്ക് ആണെങ്കിൽ പിന്നെ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. എഴുതിയോ? യെസ്. അപ്പൊ ഒന്നാം തലമുറയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഏതാണ്? വാക്വം ട്യൂബ് ആണ്. മെമ്മറിക്ക് വേണ്ടിയിട്ട് ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? ഒന്നാം തലമുറയിലെ മാഗ്നറ്റിക് ഡ്രം ആണ്. അതിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? ബൈനറി ലാംഗ്വേജ് ആണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ ഏതാണ്? ഇതൊക്കെയാണ് കേട്ടോ. എഴുതിയെടുക്കുകയാണെങ്കിൽ നല്ലതേ. ക്ലാസ്സിൽ നിന്ന് തന്നെ എഴുതിയെടുത്ത് ഇവിടെ തന്നെ പഠിച്ചാൽ നല്ലതേ. ഇല്ലെങ്കിൽ സമയമില്ലാത്തവർ വേറെ ജോലി തിരക്കൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ PDF കാണാം.
കേട്ടോ, PDF നോക്കുക. പക്ഷെ അതിനൊന്നും സമയം കളയരുത്. പറ്റുകയാണെങ്കിൽ ഇപ്പൊ തന്നെ എഴുതുക, ഇവിടെ തന്നെ പഠിക്കുക. ഇതിന് വേറൊരു സമയം കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് ഇപ്പൊ LDC ഒക്കെ നോക്കുന്ന ആളുകൾ 2 മണിക്കൂറൊന്നും കമ്പ്യൂട്ടറിന് ചെലവഴിക്കരുത്. ഇവിടുന്ന് തന്നെ എഴുതുക, ഇവിടുന്ന് തന്നെ പഠിക്കുക. അത്രേ സമയമുള്ളൂ ഇനി നമുക്ക് കേട്ടോ. ഇനി ആദ്യത്തെ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ് ENIAC. കമ്പ്യൂട്ടറിന്റെ ആദ്യ രൂപം ഏതാണെന്ന് നമ്മൾ ഇവിടെ പഠിച്ചു. ഇതാ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കമ്പ്യൂട്ടറിന് ആദ്യ രൂപം അനലിറ്റിക്കൽ എഞ്ചിൻ ആണ്. എന്നാൽ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആദ്യത്തേത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണ്? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഞാൻ ഇവിടെ അത് കൊടുക്കാൻ കാരണം കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാണ്? ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ENIAC ആണ് ആൻസർ. 1946 പെൻസിൽവാനിയ സർവകലാശാലയിലാണ് ഇത് നിർമ്മിച്ചത്. 1946 പെൻസിൽവാനിയ സർവകലാശാലയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാ? ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ENIAC. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ചാൾസ് ബാബേജ് കണ്ടുപിടിച്ച അനലിറ്റിക്കൽ എഞ്ചിൻ. ENIAC വികസിപ്പിച്ചത് 2 പേര് ചേർന്നാണ്. ജെ പ്രെസ്പർ എക്കാർട്ടും ജോൺ W മക്കാത്തി എന്നിവരുടെ നേതൃത്വത്തിലാണ് ENIAC വികസിപ്പിച്ചത്. അനലിറ്റിക്കൽ എഞ്ചിന്റെ ആശയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ENIAC നിർമ്മിച്ചത്. ഡിഫറൻസ് എഞ്ചിന്റെ ആശയം വെച്ചിട്ടാണ് അനലിറ്റിക്കൽ എഞ്ചിൻ ഉണ്ടാക്കിയത്. അനലിറ്റിക്കൽ എഞ്ചിന്റെ ആശയം വെച്ചിട്ടാണ് ENIAC വികസിപ്പിച്ചത്. പ്രെസ്പർ എക്കാർട്ടും ജോൺ W മക്കാത്തി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പദം ആദ്യമായി കോയിൻ ചെയ്തത് ഇദ്ദേഹമാണ്. അതിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തം നടത്തിയത് ജോൺ മക്കാത്തിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ENIACന്റെ കണ്ടുപിടുത്തത്തിൽ സഹായിയായിട്ടുണ്ടായിരുന്നതും. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നതും ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നതും ENIAC ആണ്. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ, ആദ്യത്തെ ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നതും ENIAC ആണ്. സെറ്റല്ലേ? യെസ്. ഇനി 1951 അമേരിക്കയിൽ നിർമ്മിക്കപ്പെട്ട കമ്പ്യൂട്ടറാണ് യൂണിവാക്. 1951 അമേരിക്കയിൽ നിർമ്മിക്കപ്പെട്ട കമ്പ്യൂട്ടറാണ് ഇത് യൂണിവാക്. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണരൂപം. യൂണിവാക് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ കേട്ടോ. 1951 അമേരിക്കയിൽ നിർമ്മിക്കപ്പെട്ട കമ്പ്യൂട്ടറാണ് യൂണിവാക് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. അതിന്റെ പൂർണ്ണരൂപം നമ്മളോട് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ് 1952 IBM ആണ് ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടറായ IBM 701 പുറത്തിറക്കിയത്. യെസ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രദ്ധിക്കണേ, ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ, ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ എന്ന് 2004 PSCയുടെ ആൻസർ യൂണിവാക് ആയിരുന്നു. ഓക്കെ, ഇത് 1951 കണ്ടുപിടിച്ചിരുന്നത്. ശ്രദ്ധിക്കണേ, 1951 കണ്ടുപിടിച്ച യൂണിവാക് ആണ് ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ എന്ന് PSC 2004 ഒരു ചോദ്യ പേപ്പറിൽ PSC കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോ SCERT 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ IBMന്റെ ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ IBM 701 ആണ് ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 2 രീതിയിൽ അനുമാനിക്കാം. ഒന്ന്, PSC എന്താ പറയാ, PSCയുടെ ആൻസർ ആയ PSCയുടെ ആൻസർ ആയ യൂണിവാക് ആണ് ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അനുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് IBMന്റെ ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ ആണ് എന്ന് വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞാല് അവിടെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. 1952 IBMന്റെ ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടറായ IBM 701 പുറത്തിറക്കി. അത് IBMന്റെ ആണ്. നമുക്ക് ഒഫീഷ്യലി കണക്കുകൾ നോക്കുമ്പോഴും 51 യൂണിവാക് വരുന്നത്, 52 IBM 701 കേട്ടോ. അപ്പൊ നമ്മൾ കാര്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക. വാണിജ്യ കമ്പ്യൂട്ടർ ഏതാണ് എന്ന്
നമുക്ക് സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും കാണാൻ പറ്റുന്നത് യൂണിവാക് ആണ്. എന്നാൽ ടെക്സ്റ്റ് ബുക്കിലെ IBMന്റെ ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ IBM 701A എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം യൂണിവാക് ആണ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. IBM 701 ആണ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. കാരണം അതാണ് SCERT ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത് കേട്ടോ. ഇനി രണ്ടും കൂടി ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ യെസ് അതെ രണ്ടും എഴുതി കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് IBM 701 ആണ്, നമുക്ക് സെർച്ചിൽ കിട്ടുന്നത് യൂണിവാക് ആണ്. ഒരു വർഷത്തെ വ്യത്യാസം, ചിലപ്പോൾ ലോഞ്ച് ചെയ്തതൊക്കെ സെയിം ഡേറ്റിലൊക്കെ ആയിരിക്കും, പഴയ കാലല്ലേ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ഒരു ഇല്ലാത്തതുകൊണ്ടായിരിക്കും PSCക്കും കൺഫ്യൂഷൻ ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ പഠിക്കുന്നു. ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ യൂണിവാക് ആണ്. IBMന്റെ ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IBM 701 ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ ആയിട്ട് പറയുന്നത് IBM 701 ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. യെസ് ഓക്കെ കേട്ടോ. ഇങ്ങനെയാണ് PSCക്ക് പഠിക്കുമ്പോ ഇങ്ങനെയാണ്, ചിലതൊക്കെ ഇങ്ങനെയാണ് അല്ലേ. യെസ് ആഹാ ചിലര് മുങ്ങുന്നുണ്ടല്ലോ. വൈ ദിസ് കൊലവെരി ഡി തിരക്കായിരിക്കും, രാവിലത്തെ പണിത്തിരക്കുകളായിരിക്കും അല്ലേ. യെസ് അപ്പൊ അങ്ങനെയൊക്കെയാ. പിന്നെ എവിടെ നമ്മൾ വിട്ടുപോയത്, മോറിസ് വിൽക്കിസ് ആണ് എക്സാക്ട് കണ്ടുപിടിച്ചത് എന്ന പോയിന്റും എന്ത് ചെയ്യാ ഒന്ന് പഠിച്ചു പോകാം കേട്ടോ. ആരാണ്? മോറിസ് വിൽക്കിസ് ആണ് എക്സാക്ട് കണ്ടുപിടിച്ചത് എന്ന പോയിന്റും പഠിച്ചു. ഓക്കെ എന്നാ പിന്നെ ഞാൻ ഒരു 5 മാർക്കിന്റെ പരീക്ഷ നടത്തട്ടെ. ഇന്ന് നമ്മൾ പഠിപ്പിച്ചതിനകത്ത് നിന്ന് ഒരു 5 മാർക്കിന്റെ റിട്ടൺ ടെസ്റ്റ് ഞാൻ നടത്തുകയാണ്. ആർക്കൊക്കെ എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് നമ്മൾ പഠിപ്പിച്ചതിനകത്ത് നിന്ന് ഒരു 5 മാർക്കിന്റെ റിട്ടൺ ടെസ്റ്റ് ചോദിക്കട്ടെ. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണ്? ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഏതാണ്? ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ അനലിറ്റിക്കൽ എഞ്ചിൻ. എന്താ കമന്റ് ചെയ്യാത്ത? ഡിലേ ആണോ? അനലിറ്റിക്കൽ എഞ്ചിൻ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണ്? യെസ് അതെ ENIAC ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം പഠിച്ച് വെക്കാം അല്ലെ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണ്? ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ് അത് ടിഫ്രാക്ക് ആണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം അല്ലെ. ടിഫ്രാക്ക് എന്ന് പഠിച്ചു വെക്കാം. ഒന്നാം തലമുറ കമ്പ്യൂട്ടറിന്റെ അവിഭാജ്യ ഘടകം ഏതാണ്? അല്ലെങ്കിൽ ഏത് ടെക്നോളജിയാണ് ഒന്നാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഏതാണ്? യെസ് അതെ വാക്വം ട്യൂബ് ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് അതെ എഡ്വാർഡ് റോബർട്ട് ആണ്. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എഡ്വാർഡ് റോബർട്ട് ആണ് എന്ന പോയിന്റും എന്ത് ചെയ്യാം പഠിച്ച് വെക്കാം. ഓക്കെ. യെസ് അപ്പോ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ പഠനം. പിന്നെ പഠനം നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടാവും. ക്ലാസ് ഉള്ള എല്ലാ ദിവസവും ക്ലാസ്സിൽ പരീക്ഷ ഉണ്ടാവും. ഒപ്പം വീക്കിലി നമുക്ക് ടെസ്റ്റും ഉണ്ടാവും കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ആപ്പില് നെഗറ്റീവ് മാർക്കോടുകൂടി പരീക്ഷ ഉണ്ടാവും. നാളെ അടുത്ത ക്ലാസ് തിങ്കളാഴ്ച ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് എടുത്ത ടോപ്പിക് ഫുള്ള് പഠിച്ചിട്ട് വന്നാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ റീഫണ്ട് തരാം. അടുത്ത ആഴ്ച വരാൻ പറ്റൂല, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒന്നും ക്ലാസ് കാണാൻ പറ്റൂല, ഇത് റെഗുലർ ആയിട്ട് ക്ലാസ് കാണാൻ പറ്റൂല എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം റീഫണ്ട് തരാം. നിങ്ങൾ വരണ്ട, ഈ കോഴ്സ് പഠിക്കണ്ട കേട്ടോ. കൃത്യമായിട്ട് എല്ലാ ദിവസവും തലേന്നുള്ള ടോപ്പിക്കുകൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാം എക്സാം അറ്റൻഡ് ചെയ്ത് പോകാൻ റെഡിയായവർക്ക് നമുക്ക് എന്ത് ചെയ്യാം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തരാം. പരമാവധി പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോവാം കേട്ടോ. എക്സാം മാത്രം ഒരു ഫോൾഡർ ആക്കാൻ പറ്റുമോ? യെസ് അത് ബാച്ച് 2 ചോദിച്ചേ. ബാച്ച് 1 സെപ്പറേറ്റ് ഫോൾഡർ ആണ്. ഓക്കെ. മോക്ക് ടെസ്റ്റിന് വേറെ ഫോൾഡർ ആക്കാം, കുഴപ്പമില്ല കേട്ടോ. യെസ് അപ്പോ പരീക്ഷകൾ ഉണ്ടാവും, PDF-കൾ ഉണ്ടാവും, ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോവാ. കാരണം ഒരു ഏരിയ തുടങ്ങുകയാണെ
എസ് ഏരിയ തുടങ്ങുമ്പോ തന്നെ ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രേക്ക് എടുക്കാൻ തോന്നുന്ന സമയത്ത് ഈ പറയുന്നത് ഓർക്കണം കേട്ടോ. കുറെ ക്ലാസ്സുകൾ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തിൽ ഓടിയെത്താൻ ബുദ്ധിമുട്ടാണ്. വളരെ കോമ്പറ്റീഷൻ ആണ്. നമ്മൾ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാല് എന്താണ് കൂട്ടത്തിലുള്ളവരൊക്കെ ഓടി അങ്ങ് എത്തും. പണ്ടത്തെ പോലെ ആമ ഉറങ്ങാറൊന്നുമില്ല ഇപ്പോ കേട്ടോ. മുയൽ ഉറങ്ങാറൊന്നുമില്ല. മുയൽ എന്താണ് ചാടി ചാടി പോവും കേട്ടോ. യെസ്. അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം.